പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച് കടന്നുപോയ ഒരു തലമുറയിലെ ത്യാഗത്തിന്റെ സത്ഫലങ്ങളാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. വക്കം മൗലവിയും KM മൗലവിയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും കൊടുത്തുവെച്ച നവോത്ഥാനത്തിന്റെ കൈത്തിരി കൈയിലേന്തി കനൽപഥങ്ങളിലൂടെ കടന്നുപോയ മുൻഗാമികളുടെ പട്ടിക ഇനി KK മുഹമ്മദ് സുല്ലമിയും PT ബീരാൻകുട്ടി സുല്ലമിയും വരെ നീണ്ടുകിടക്കുന്നു. ജീവിതത്തിന്റെ നിയോഗവും ദൗത്യവും തിരിച്ചറിഞ്ഞവർക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയുസ്സും ആരോഗ്യവും ആത്മാർപ്പണം ചെയ്തവർക്ക് മരണവേളയിൽ പ്രത്യാശയുടെ സാന്ത്വന വചനങ്ങളുമായി മലക്കുകൾ യാത്രാമൊഴി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് നേരാംവണ്ണം നിലകൊള്ളുകയും ചെയ്തവരുടെ പക്കൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. ഐഹിക ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതും നിങ്ങൾക്കവിടെ ഉണ്ടായിരിക്കും. പൊറുക്കുന്നവനും കരുണാനിധിയുമായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സൽക്കാരമത്രേ അത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പുരുഷായുസ് സമർപ്പിച്ച് കടന്നുപോയ മർഹൂം സെയ്ദ് മൗലവി പ്രബോധന രംഗത്ത് സർഗാത്മകമായ തന്റെ രചനകൾ കൂടി സംഭാവന നൽകിയാണ് കടന്നുപോയത്. മലയാളത്തിലും അറബിയിലും ഒരുപോലെ കവിതയും പ്രാസഭംഗിയും ലാളിത്യവും കോർത്തിണക്കിയ വരികൾ അദ്ദേഹത്തിന്റെ രചനാ വൈഭവത്തിന്റെ മികവുറ്റ ദൃഷ്ടാന്തമാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ അതിമനോഹരമായ അറബി കാവ്യത്തിൽ നിന്ന് ഏതാനും വരികൾ. بدأت بسم الله وبالحمد له جل وسلم على خير الرسول جل ثم على الآل مع الصحب الجنود لله. بدأت بسم الله وبالحمد له جل وسلم على خير الرسول جل ثم على الآل مع صحب الجنود لله. أساسه القرآن نصوصه البرهان قد فسره النبي والبيان. أساسه القرآن نصوصه البرهان قد فسره النبي والبيان. أقواله أعماله تقريره السنن. بدأت بسم الله وبالحمد له جل وسلم على خير الرسول جل ثم على الآل مع الصحب الجنود لله. ദശകങ്ങൾക്കപ്പുറത്തെ കേരളം അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിലായിരുന്നു മുസ്ലിം സമൂഹം. ഷെയ്ഖും മുരീദും ജിന്നും പിശാചും വിശ്വാസ വൈകൃതങ്ങളിൽ അധപ്പതിച്ച മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്യുവാൻ പൗരോഹിത്യം മതത്തിൽ അനാചാരങ്ങൾ പലതും കടത്തിക്കൂട്ടി. മതത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണം പുതിയ രൂപഭാവങ്ങളിൽ ഇന്നും പൗരോഹിത്യം തുടരുന്നു.
أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. പുരോഹിതരിൽ അധികവും ജനങ്ങളുടെ പണം അന്യായമായി ഭുജിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് എത്ര സത്യം. ആണ്ടും നേർച്ചയും ചന്ദനക്കുടം ഉറൂസും തൊട്ട് മുടിയും പൊടിയും ജിന്നും പിശാചും ചൂഷണത്തിന്റെ പുതിയ മുഖങ്ങളാകുമ്പോൾ സെയ്ദ് മൗലവി അരനൂറ്റാണ്ട് മുമ്പ് എഴുതിയ വരികൾ ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു. സലാത്തും തസ്ലീമും എന്ന ഈണത്തിൽ ഹലാലും ഹറാമും നോക്കി നിങ്ങളെ പട്ടിണി, ഇതാരാന്റെ ചോറും പൈസ നക്കാലെ തക്കിടി. ഈടോ ശൈഖ് തങ്ങൾ മാറി കൈകാലം മുത്തണം, ഇടക്കൊക്കെ ഫാത്തിഹ ചിരിണി കിട്ടണം. മക്കാമോട് ജാറം പൂജ നേർച്ച കഴിക്കണം, വെടിക്കെട്ട് വാണം ഔട്ട് ചീറി പറക്കണം. കൈവഴിമാർത്തക്കാര് മുട്ടി വിളിക്കണം, ഹരം പൂണ്ട് കുരുക്കന്മാര് തകൃതി വിളിക്കണം. പിശാചോട് ജിൻഭൂതം ഒടിമാട്ടു മാറണം, ഹരം കണ്ട് പേടിച്ചൊക്കെ തടിവിട്ടു മാറണം. പിശാചോട് ജിൻഭൂതം ഒടിമാട്ടു മാറണം, ഹരം കണ്ട് പേടിച്ചൊക്കെ തടിവിട്ടു മാറണം. ജിന്നും പിശാചും ഒടിയനും മാറ്റുമാരണങ്ങൾ മതമായി കൊണ്ടു നടന്നിരുന്ന കാലം. നാട്ടിൽ നടക്കുന്നതൊക്കെയായിരുന്നു അന്ന് മതം. കാലകളും കീലകളുമല്ല, ഏതെങ്കിലും ഒരു മദ്ഹബിനെ അന്ധമായി പിന്തുടരുകയുമല്ല. ഖുർആനും സുന്നത്തുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനാണ് ഐക്യത്തിന്റെ പാശം. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. ഖുർആനും സുന്നത്തുമാണ് അടിസ്ഥാന പ്രമാണങ്ങളെന്ന തിരിച്ചറിവിലേക്ക് എത്തിയാൽ പൗരോഹിത്യത്തിന് നിലനിൽപ്പില്ലാതാകും. എന്നാൽ ജനത്തിനൊത്ത് ഫത്വ നൽകണമെങ്കിൽ തരം പോലെ ഏതെങ്കിലും മദ്ഹബുകളെ മാറി മാറി കൂട്ടിപ്പിടിക്കുകയാണ് വേണ്ടത് എന്ന് പൗരോഹിത്യത്തിന് അറിയാമായിരുന്നു. മദ്ഹബിന്റെ പേരിൽ നടക്കുന്ന തിരിമറികളെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് സെയ്ദ് മൗലവി എഴുതിയ വരികൾ ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു. നാലാലൊരു മദ്ഹബിൽ നിൽക്കാതെ എങ്ങനെയാ തോന്നുമ്പോ തോന്നിയപ്പോൾ ഫത്വക്ക് പറ്റിടുമോ? ആയത്തദീസുകളിൽ കാണുന്ന പോൽ നടന്നാൽ പറ്റൂല, മാറ്റം മാറി അത് നേർക്ക് നേർ വഴിയാം. കാലോട് കാലകളും കീലോട് കീലകളും പല രൂപരേഖകളും ഫിഖ്ഹിന്റെ കൈപ്പണിയാം. സ്ത്രീയെ തോടുപോൽ മുറിയും വുദൂവെന്നൊരാടെ വിധി ഇല്ലെന്നു നാറ്റൊരിമാം, രണ്ടാളതും ശരിയാം. ആ ഹോജ അങ്ങനെയും ഈ ഹോജ ഇങ്ങനെയും, മറ്റൊന്ന് കൊങ്ങനെയും വിധിയൊറ്റ സംഗതിയാം. സാമാന്യമായി പറഞ്ഞാൽ എല്ലാ വലാലത്തിനും സന്മാർഗമെന്ന് വിധി ഫിഖ്ഹിന്ന് കണ്ടെടുക്കാം. എല്ലാ വലാലത്തുകൾക്കും ഫിഖ്ഹിന്റെ വിധി കണ്ടെത്തുന്ന പൗരോഹിത്യം അന്നും ഇന്നും ആത്മീയ ചൂഷണത്തിന് പുതിയ പുതിയ വഴികൾ തേടുകയാണ്.
വ്യാഴാഴ്ച തോറും നടക്കുന്ന സ്വലാത്ത് രാവുകൾ 2 ദശകങ്ങൾക്കപ്പുറത്തെ തലമുറക്ക് പരിചയമില്ല. മുടിയുടെയും പൊടിയുടെയും പേരിലുള്ള തട്ടിപ്പുകൾ അന്ന് അവർക്ക് അറിയില്ല. സ്ത്രീകൾക്ക് പള്ളികളിലെ ജുമാ ജമാഅത്തുകൾ വിലക്കിയ പൗരോഹിത്യം പാതിരാത്രിയിൽ പാടത്ത് ഈത്തിക്കാഫിലേക്ക് അവരെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്നു. ലക്ഷ്യം ഒന്ന് മാത്രം, ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. യാ നബി സലാം അലൈക്കും എന്ന ബൈത്തിന്റെ ഈണത്തിൽ സെയ്ദ് മൗലവി എഴുതിയ വരികൾ ചൂഷണത്തിന്റെ ഈ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. ഹാജോറും കാശും നമ്മൾക്കും ജോറായ കൂലി നിങ്ങൾക്കും പോരെങ്കിൽ നൂലും ഉറുക്കും പോരെയോ പുരം പൊടിക്കും നൂതെല്ലാരും കഴിക്കും നല്ല മുല്ലാരെ വിളിക്കൂ നല്ല എണ്ണം ഉറുക്കൂ നന്നായി ചോറും പെണ്ണുങ്ങളല്ലേ ഇപ്പോണ് പള്ളിയിൽ നിസ്കരിക്കാന് പാടില്ല, വലിയ തെറ്റാണ്. ഫിത്നാനെ പേടി ഇല്ലേക്കും. ഇന്നലെ അല്ലേ ആ പെണ്ണ് അന്തിക്ക് പള്ളിയിൽ വന്ന് അത് വെള്ളം വെള്ളം മന്ത്രിച്ചൂടാനും നൂലും ഉറുക്കിനും പള്ളി ഉദ്ഘാടന തലേന്നും പെണ്ണുങ്ങൾക്ക് പള്ളി അനുവദിച്ച പൗരോഹിത്യം ജുമുഅ ജമാഅത്തുകൾക്കുള്ള അവസരം അവർക്ക് മുമ്പിൽ കൊട്ടിയടച്ചു. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലമുള്ളതാണ് സ്ത്രീ ജുമുഅ ജമാഅത്ത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ സുബ്ഹി ജമാഅത്തിന് വരെ സഹാബ വനിതകൾ പള്ളിയിലെത്താറുണ്ടായിരുന്നുവെന്ന് നിരവധി ഹദീസുകളിൽ കാണാം. പ്രവാചക വിയോഗത്തിന് ശേഷം അവിടുത്തെ പ്രിയ പത്നിമാർ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 97-ാം വചനം പ്രഖ്യാപിക്കുന്നു: മൻ അമില സ്വാലിഹൻ മിൻ ദകറിൻ ഔ ഉൻത വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ആണാകട്ടെ പെണ്ണാകട്ടെ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം നാം അവർക്ക് നൽകുന്നതാണ്. അവർ പ്രവർത്തിക്കുന്നതിൽ ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നാം നൽകുകയും ചെയ്യും. എന്നാൽ ഇന്നും പള്ളിയുടെ കവാടങ്ങൾ പൗരോഹിത്യം പെണ്ണിനു മുമ്പിൽ കൊട്ടിയടക്കുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ തുറന്നുകാട്ടി മൗലവി എഴുതിയ വരികൾ: പുരുഷനല്ലയ പള്ളികൾ പെണ്ണ് കേറിയാൽ ചീത്തയായി പൂട്ടണം ആ പള്ളികൾ. മുണ്ട് മാറ്റി വരുന്നു ഞാൻ വെള്ളം നൂല് മുറുക്കുകൾ വാങ്ങുവാൻ വരൂ നല്ലതാം ഒറ്റക്കാകുന്ന നേരമിൽ മാറിൽ മന്ദിരിച്ചൂതുവാൻ. പിന്നെ ഞമ്മളെ വയലിനും പെണ്ണുങ്ങൾക്കത് കേൾക്കണം, തൗബ ചൊല്ലിക്കൊടുക്കുവാൻ, ചുറ്റും കാതില വെട്ടുവാൻ, മധുരം തൊട്ട് കൊടുക്കുവാൻ, പേര് നല്ലതിടിക്കുവാൻ. പെണ്ണ് പള്ളിയിലെത്തണം, നേർച്ച കാശ് കൊടുക്കുവാൻ. സ്ത്രീ സമൂഹത്തിന് നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയത് പള്ളി മെമ്പറുകളാണ്. അതിനു മുമ്പ് സ്ത്രീകൾക്ക് അക്ഷരവിദ്യ നിഷേധിക്കപ്പെട്ട ഒരു ഇരുണ്ട കാലഘട്ടമുണ്ടായിരുന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പ് അറേബ്യയിൽ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. ആ ജാഹിലിയത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നു: وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ يَتَوَارَىٰ مِنَ الْقَوْمِ مِن سُوءِ مَا بُشِّرَ بِهِ أَيُمْسِكُهُ عَلَىٰ هُونٍ أَمْ يَدُسُّهُ فِي التُّرَابِ
الشراب ألا ساء ما يحكمون. അവരിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞ് ഉണ്ടായ സന്തോഷ വാർത്ത നൽകപ്പെട്ടാൽ കോപാകുലനായി അവന്റെ മുഖം കറുത്തിരുണ്ട് പോകുന്നു. അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനത്താൽ ആളുകളിൽ നിന്ന് അവൻ ഒളിച്ചു കളയുന്നു. അപമാനം സഹിച്ച് അതിനെ വെച്ചുകൊണ്ടിരിക്കണമോ അതോ മണ്ണിൽ കുഴിച്ചു മൂടണോ? അവൻ എടുക്കുന്ന തീരുമാനം എത്ര നീചമാകുന്നു. ഇസ്ലാം കുഴിച്ചു മൂടിയ ജാഹിലിയത്ത് വീണ്ടും തിരിച്ചു വന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ആർത്തിയുടെ കമ്പോളത്തിൽ പെണ്ണ് ഇന്നും വിൽക്കപ്പെടുകയാണ്. വിവാഹ കമ്പോളത്തിൽ പൊന്നും പണവും വിലപേശി കച്ചവടം ഉറപ്പിക്കുന്നതിന് പുതിയ രീതിയും സങ്കേതങ്ങളും മാത്രം മാറി മാറി വരുന്നു. കാതുപൊത്തിക്കീറി കാതിലിയും കൊമ്പനും തൂക്കി വിവാഹ കമ്പോളത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച കാലത്തെക്കുറിച്ച് ഹൃദയം കൊണ്ടെഴുതിയ സെയ്ദ് മൗലവിയുടെ വരികൾ. കാത് കുത്തി കീറുവാൻ നിർദ്ദേശമുണ്ടോ ദീനിൽ? ഏതുമില്ലാത്തംഗം ജായിസുണ്ട് നാളിൽ. കാത് കുത്തി കീറുവാൻ നിർദ്ദേശമുണ്ടോ ദീനിൽ? ഏതുമില്ലാത്തംഗം ജായിസുണ്ട് നാളിൽ. കാതിലും കഴുത്തിലും നിറച്ചു വേണ്ടേ പൊന്ന്, കാതിലയും കൊമ്പനും ഇതൊക്കെ വേണ്ടേ ഇന്ന്. പിന്നെയാണെന്ന് വെച്ചാൽ മാറനുണ്ടോ മോളെ? കണ്ണുനീരും കണ്ടു നിൽക്കാൻ ബാപ്പയുണ്ടോ നാളെ? പൊന്നു ചൊല്ലി എത്ര പെൺ വിധവയായി കഴിഞ്ഞു, തന്നിമിത്തം എത്ര പേർ കണ്ണീരണിഞ്ഞിടുന്നു. മർഹൂം സെയ്ദ് മൗലവിയുടെ രചനകളിൽ നിന്ന് ലഭ്യമായവ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ നവോത്ഥാന നാദധാര ഇവിടെ സമർപ്പിച്ചത്. പല രചനകളുടെ ഭാഗികമായ വരികൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പല ഗാനങ്ങളുടെയും അനുപല്ലവികൾ പലരുടെയും ഓർമ്മകളിൽ നിന്ന് കോർത്തെടുത്ത് ചേർത്ത് വെക്കുകയായിരുന്നു. തൗഹീദിന്റെ കെടാത്ത വെളിച്ചം കൊളുത്തിവെച്ച് അക്ഷരങ്ങളിലൂടെ ജ്വലിക്കുന്ന ജിഹാദിന്റെ മുദ്രകൾ വാക്കിവെച്ച് കടന്നുപോയ ഞങ്ങളുടെ വന്യ ഗുരുനാഥൻ മർഹൂം രണ്ടത്താണി സെയ്ദ് മൗലവിക്ക് നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നവോത്ഥാന നാദധാര ഇവിടെ അവസാനിക്കുന്നു.